ഉത്തരാഖണ്ഡിൽ നിന്ന് ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2025 ജനുവരിയോടുകൂടി ഞങ്ങൾ UCC അഥവാ ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കും എന്നുള്ളതാണ്. അത് പ്രാബല്യത്തിൽ വരും എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു. പോരാത്തതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ നിയമം കൂടെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അനധികൃത മദ്രസകളെ കേന്ദ്രീകരിച്ചുള്ള നിയമമാണത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ധാരാളം മദ്രസകൾ ഉത്തരാഖണ്ഡിലുണ്ട്. ഈ അനധികൃത മദ്രസകളെല്ലാം തന്നെ ഞങ്ങൾ അടച്ചുപൂട്ടും എന്നാണ് ഇപ്പോൾ പുഷ്കർ സിംഗ് ധാമി പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ഭൂനിയമ ലംഘനങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. ആ ഭൂനിയമ ലംഘനങ്ങൾക്കെല്ലാം കർശന നടപടിയെടുക്കും എന്നാണ് പുഷ്കർ സിംഗ് ധാമി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഭൂനിയമ ലംഘനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പുഷ്കർ സിംഗ് ധാമി ലക്ഷ്യം വെക്കുന്നത് വഖഫ് ബോർഡിനെയാണോ എന്ന് ചില സംശയങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ചില അലയൊലികൾ, പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ എല്ലാം ആ സംസ്ഥാനത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം വഖഫ് ബോർഡിനെ വെട്ടിലാക്കിയിരുന്നു. വഖഫ് ബോർഡിന്റെ കയ്യിലിരിക്കുന്ന ഭൂമിയെല്ലാം സ്വകാര്യ വ്യക്തികൾ ദാനം ചെയ്തതാണോ എന്ന് ലിസ്റ്റ് എടുത്ത് തന്നെ പരിശോധിക്കാൻ യോഗി ആദിത്യനാഥ് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ അപ്പോൾ 40,000-ലേറെ ഏക്കർ ഭൂമി അവിടെ വഖഫ് ബോർഡിന്റെ കയ്യിൽ അനധികൃതമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് യോഗി ആദിത്യനാഥ് കണ്ടെത്തിയിരുന്നു. അതിനുള്ള നടപടികളൊക്കെ ഇപ്പോൾ അവിടെ നടക്കുകയാണ്. അതേ പാതയിലാണോ പുഷ്കർ സിംഗ് ധാമി പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പോരാത്തതിന് അനധികൃതമായിട്ടുള്ള മദ്രസകൾ അടച്ചുപൂട്ടാനുള്ള നീക്കം, നേരത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ മദ്രസകളുടെ ബോർഡുകൾക്ക് സർക്കാർ ഫണ്ട് നൽകുന്നത് നിർത്തണം എന്ന് പറഞ്ഞ ഒരു നീക്കം ഉണ്ടായിരുന്നു. ഇത് വലിയ കോളിളക്കമാണ് രാജ്യത്ത് സൃഷ്ടിച്ചത്. ആ നീക്കത്തിനോട് ചേർത്ത് വെച്ച് ഈ അനധികൃത മദ്രസകൾ പൂട്ടണം എന്നുള്ള ഉത്തരാഖണ്ഡിന്റെ ഈ ഒരു പ്രസ്താവനയും നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. നമുക്കറിയാം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ആദ്യം തുടങ്ങുന്നത് ഉത്തരാഖണ്ഡിലാണ്. UCC അതായത് യൂണിഫോം സിവിൽ കോഡ് പോലും ഉത്തരാഖണ്ഡിലാണ് ഇപ്പോൾ ആദ്യമായി നടപ്പിലാകുന്നത്. അതിനുശേഷമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് പുഷ്കർ സിംഗ് ധാമി എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ ഒരു കഴിവ് തന്നെയാണ്. മികച്ച സംഘാടകൻ കൂടിയാണ് അദ്ദേഹം. ഒരു കാര്യം പാർട്ടി ഏൽപ്പിച്ചാൽ 100 അല്ല 150% അതിൻ്റെ ധൈര്യത്തോടു കൂടിയും ആ ഒരു കർമ്മകുശലതയോടുകൂടിയും ആ കാര്യം നടപ്പിലാക്കാൻ പുഷ്കർ സിംഗ് ധാമിയെ കഴിഞ്ഞു മാത്രമേ വേറൊരു മുഖ്യമന്ത്രി നമ്മുടെ ഇന്ത്യയിൽ ഉള്ളൂ എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം ഈ മലനിരകൾ, അതായത് ഉത്തരാഖണ്ഡിൽ കൂടുതൽ മലനിരകളാണ്. ഈ മലനിരകളിലെ ജനങ്ങൾ അവിടെ കുടിവെള്ളത്തിനായി വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. അവിടെ ഭരിച്ചിരുന്ന സർക്കാരെല്ലാം അവിടെ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്ന് പറഞ്ഞപ്പോൾ പുഷ്കർ സിംഗ് ധാമി വന്ന ശേഷം അദ്ദേഹം ഒരു പരസ്യം പോലും നൽകിയില്ല. അദ്ദേഹം കുടിവെള്ളം മലനിരകളിൽ പുഷ്പം പോലെ എത്തിച്ചു. അതിന് അദ്ദേഹം യാതൊരുവിധ PR വർക്കും ചെയ്തില്ല. അതുകൊണ്ട് വലിയ വാർത്തയുമായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വലിയ ഒച്ചപ്പാട് ബഹളവും അതങ്ങ് കടന്നുപോയി. അങ്ങനെ നരേന്ദ്രമോദിയുടെ ഗുഡ് ലിസ്റ്റിൽ അദ്ദേഹം ഇടം പിടിക്കുകയാണ്. അതിനുശേഷം പാർട്ടികളിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അതായത് പുഷ്കർ സിംഗ് ധാമിയെ നരേന്ദ്രമോദി പൊക്കിക്കൊണ്ടുവരുന്നതിൽ ഈ BJPയിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഉറച്ച പിന്തുണയാണ് പുഷ്കർ സിംഗ് ധാമിക്കുള്ളത്. ഇന്ന് യോഗിയെ പോലെയായി മാറി വരികയാണ് പുഷ്കർ സിംഗ് ധാമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ മാറി വരികയാണ് പുഷ്കർ സിംഗ് ധാമി എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് നമുക്ക് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. എന്തായാലും ഡിജിറ്റൽ നടപടികൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഓൺലൈൻ മാധ്യമത്തിലൂടെ രജിസ്ട്രേഷനും അപ്പീലും മറ്റ് സേവനങ്ങളും നൽകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു പോർട്ടലും മൊബൈൽ ആപ്പും ഈ UCC അവിടെ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് തുറന്നിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. 2025 ജനുവരിയിൽ ഈ നിയമം വരുമ്പോൾ ഉത്തരാഖണ്ഡിലെ യൂണിഫോം സിവിൽ കോഡ് നിയമം സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നിവയുടെ അടിസ്ഥാന തത്വം പിന്തുടരുന്ന സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകും എന്നും പുഷ്കർ സിംഗ് ധാമി പറയുന്നു. ഈ നിയമം ശാക്തീകരണത്തിനായി പുതിയ വാതിലുകൾ തുറക്കും, പ്രത്യേകിച്ച് ദേവഭൂമിയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി Xൽ കുറിച്ചിരിക്കുന്നത്. പോരാത്തതിന് BJP ഭരിക്കുന്ന മലയോര സംസ്ഥാനം UCC നടപ്പിലാക്കുന്ന ആദ്യ മലയോര സംസ്ഥാനമായി മാറും ഉത്തരാഖണ്ഡ് എന്നിങ്ങനെയുള്ള കാര്യവും ഈ UCC ഉത്തരാഖണ്ഡ് നടപ്പാക്കുമ്പോൾ ആ പ്രത്യേകതകളും പുഷ്കർ സിംഗ് ധാമിയെ തേടിയെത്തും. ന്യൂസ് ഡെസ്ക് മലയാളം.